ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനകമാണെങ്കിൽ അനന്തപുരിയിലെത്തിയിരിക്കുകയാണ്. അനന്തപുരിയിൽ വന്ന് ദേവിയാനിയുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കനകയുടെ ശ്രമം. അങ്ങനെ നമ്മുടെ നയനയുടെ യഥാർത്ഥ മുഖം ദേവിയാനിക്ക് മുമ്പിൽ കാട്ടുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കനകം എത്തിയിരിക്കുകയാണ്. എന്നാൽ കനകത്തിന് പിടികൊടുക്കാതെ ദേവിയാനി ഓരോ ദിവസവും ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടുത്തെ പൂജാരി നയന പത്തര മാറ്റാണെന്നും നയനെ വിട്ടുകളയല്ല, നിനക്ക് കിട്ടിയ ഭാഗ്യമാണെന്നും നീ ആ നിധിയെ വേണ്ട പോലെ ഉപയോഗിക്കണമെന്നുമൊക്കെ പറയാണ് കേട്ടോ. പറയാതെ പറയണം, അതായത് നയനയുടെ പേര് പറയാതെ നമ്മൾ ദേവയാനിയോട് പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും നയനയാണെന്ന് മനസ്സിലാക്കുകയും എങ്കിൽ നമ്മുടെ ദേവയാനി അതൊന്നും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കനകമാണെങ്കിൽ ദേവയാനിയോട് വന്നിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ, അതെന്താ നിങ്ങളൊന്നും മനസ്സിലാക്കാതെ? ഞാനൊരു അമ്മയല്ലേ, എനിക്കും ആഗ്രഹമില്ലേ എൻ്റെ കുട്ടി സന്തോഷത്തോടെ ജീവിക്കണമെന്ന്? നിങ്ങളല്ലേ എൻ്റെ കുട്ടിയുടെ ജീവിതം തകർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ കനകം പറയുന്നുണ്ട്, അവളില്ലാതെ ഈ വീട്ടിലൊരു ഇല കൂടി അനങ്ങില്ല, എല്ലാവർക്കും അവൾ വേണം, അവളാണ് ഇപ്പോൾ ഈ വീടിൻ്റെ എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. ദേവയാനി ഉടനെ കനകത്തിനോട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? അവൾ ഇവിടുത്തെ എല്ലാമാണെന്നോ? മുത്തശ്ശനെയും അച്ഛനെയും അമ്മേനെയും കീശയിലാക്കി വെച്ചെന്ന് കരുതി അവളിവിടുത്തെ എല്ലാം എങ്ങനെയാകും? അവളുടെ ഭർത്താവിന് പോലും അവളെ വേണ്ട. ഉടനെ തന്നെ നമ്മുടെ കനകം ചോദിക്കുന്നുണ്ട്, അവളുടെ ഭർത്താവിന് വേണ്ടാത്തതിൻ്റെ കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ നല്ലൊരു അമ്മയാണെങ്കിൽ അവനോട് പറഞ്ഞേനെ, ഭാര്യനെ സ്നേഹിക്കണം, അവളെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? അവളെ അവൻ്റെ മുറിയിൽ നിന്ന് മാറ്റിക്കിടത്താൻ ശ്രമിക്കുക, അവർ തമ്മിൽ ഒരുമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. കനകത്തിന് മുൻപിൽ ഉത്തരം മുട്ടിയ ദേവയാനി ഓരോ കാരണങ്ങളും പറഞ്ഞ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കനകം നല്ല ചുട്ട മറുപടിയാണ് നമ്മുടെ ദേവയാനിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ കനകം പിന്നെയും പറയുന്നുണ്ട്, ഞാൻ ഇനിയും പറയുന്നു, അവളില്ലാതെ ഇവിടെ ഒരു വിരൽ പോലും ആരുടെയും അനങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ശരിക്കും ദേഷ്യം വരണം. എങ്കിൽ നമുക്കൊന്ന് കാണാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കനകം പറയുന്നുണ്ട്, ഇന്ന് രാവിലെ അവളോട് ഞാൻ പറയും മുറിയിൽ നിന്ന് ഇറങ്ങരുതെന്ന്. ആരൊക്കെ അവളെ എന്തിനൊക്കെ വിളിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ആദ്യം ഓഫീസിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ടിഫിനൊക്കെ എടുത്ത് നമ്മുടെ ദേവയാനി കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അങ്ങനെ പോവുകയാണ്. പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരികയാണ്. നയനേനെ വിളിച്ച് വരികയാണ്. എന്താണ് നീ നയനേനെ വിളിക്കുന്നത്? എന്താണെന്ന് എന്നോട് പറ. അല്ലമ്മേ, ഞാനൊരു ഫയല് കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കനക അവിടെ ഇരിപ്പുണ്ടായിരിക്കും. കനക ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ആദ്യം വിളിച്ചല്ലോ. ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെറിയച്ചൻ വരികയാണ്. ചെറിയച്ചൻ വന്നിട്ട് മോളെ നയനേന്ന് വിളിക്കുകയാണ്. എന്തിനാ അവളെ വിളിക്കുന്നത്? എന്താ കാര്യം എന്നോട് പറ. അത് പിന്നെ കമ്പനിയിൽ ഡിസൈൻസൊക്കെ ചെയ്തവരുടെ ഒരു സൈൻ വേണം. അത് നേരിട്ട് ആ ഡിസൈൻസിൻ്റെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പൂരിപ്പിച്ച ആ ഒരു ഫോമിൽ അവർ സൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നയനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കനക അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരിക്കും. പക്ഷേ ദേവയാനിക്കൊന്നും മിണ്ടാനാവാതെ അങ്ങനെ നിൽക്കുകയാണ്. ശേഷം നമ്മുടെ അനി വരികയാണ്. അനി വന്നിട്ട് ഏട്ടത്തേന്ന് വിളിച്ച് വരുമ്പോഴത്തേനും എന്താ കാര്യം എന്നോട് പറയാമെന്ന് പറയുമ്പോഴത്തേക്കിനും ഉടനെ പറഞ്ഞിട്ട്, അല്ല അത് ഏട്ടത്തിയോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഇത് അനാമിക തന്നതാ ഏട്ടത്തേന്ന് പറഞ്ഞ ഒരു പേപ്പർ കൊടുക്കുകയാണേ. അങ്ങനെ പിന്നീട് നമ്മുടെ ചെറിയമ്മ വരികയാണ്. നയനേനെ വിളിക്കുകയാണ്. ഉടനെ എന്തിനാ ഇപ്പോൾ അവളെ വിളിക്കുന്നത്? എന്തായാലും എന്നോട് പറ, ഞാൻ വരാമെന്ന് പറയുമ്പോൾ അതല്ല, ഇന്ന് ഉച്ചക്കത്തേക്കിനൊക്കെ എന്താ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ അവളോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഒരുമിച്ച് കയറാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയനേനെ വിളിക്കുമ്പോൾ നയന വന്നിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ചെറിയമ്മ ഒന്നുകൊണ്ട് നോക്കണ്ട, ഇനി രസം മാത്രം വെച്ചാൽ മതി, അത് ഞാൻ വെച്ചോളാം ചെറിയമ്മയെന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പിന്നീട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇറങ്ങി വരികയാണ്. അവർ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നയനമോളേന്ന് വിളിച്ചുകൊണ്ടായിരിക്കും പറഞ്ഞത്. എന്താ അച്ഛാ, എന്താ അമ്മേ, എന്താ വേണ്ടേ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേനും അത് പിന്നെ ആഹാരം കഴിക്കാനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എടുത്തുതരാം. വേണ്ട, നയനമോൾ ഇപ്പോൾ ഞങ്ങളെ വന്ന് വിളിച്ചിട്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനമോളെ എടുത്ത് വയ്ക്കുമെന്ന് പറയാണ്. അങ്ങനെ നയന വന്നിട്ട് അവർക്കുള്ള ആഹാരങ്ങളെല്ലാം പാകം ചെയ്ത് വിളമ്പിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ശേഷമായിരിക്കും നമ്മുടെ ജലജ ഇറങ്ങി വന്നത്. ജലജയെ കാണുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ജലജ അവളെ വിളിക്കില്ല, ജലജയ്ക്ക് അവളെ കണ്ണിന് കണ്ടുകൂടാ, അതുകൊണ്ട് ജലജയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവയാനി കാലൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ജലജ തലവേദനയോടെ ആയിരിക്കും ഇട്ട് ഇറങ്ങി വന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് തല വെട്ടി പൊളക്കുന്നു എന്നൊക്കെ പറയണം. കാരണം തലേ ദിവസം അമ്പലത്തിൽ പോയി തേങ്ങ തലയ്ക്ക് ഉടച്ചിരുന്ന് അതിൻ്റെ വേദനയിലിരിക്കുകയായിരിക്കും നമ്മുടെ ജലജ. അങ്ങനെ ജലജ പറയുന്നുണ്ട്, നയനെന്ന് വിളിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി അന്തം വിട്ട് പോവുകയാണ്. ഇതെന്താ ഈ സംഭവിക്കുന്നത്
പറയുന്നത് ഇവിടെ എന്താ നടക്കുന്നത്, അത് പിന്നെ എന്തിനാ ഇപ്പം നീ അവളെ വിളിക്കുന്നതെന്ന് ജലജയോട് ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ നയനയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ കാണുമല്ലോ, എനിക്ക് തലവേദന എടുത്തിട്ട് രക്ഷയില്ല, എനിക്ക് തല പൊട്ടിപ്പോകുന്ന പോലെ എന്നൊക്കെ പറയാണ്. അങ്ങനെ നയനെ വിളിക്കുമ്പോൾ നയന കുറച്ച് മരുന്നുകളുടെ കൂട്ടൊക്കെ പറയുന്നുണ്ട്, എന്നാൽ അത് വേഗം ഉണ്ടാക്കിക്കൊണ്ട് വാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് വീട്ടിലെല്ലാവരും നമ്മുടെ നായനെ വിളിച്ചെല്ലാ ശേഷം നമ്മുടെ കനകം അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ദേവയാനിയും കനകത്തിന് മുൻപിൽ ആകെ നാണം കെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് പൂജാരി വിളിക്കുന്നുണ്ട്, എന്നിട്ട് അനിയുടെ ജാതകം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവയാനി പെട്ടെന്ന് നയനേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കനകത്തിൻ്റെ ആ ഒരു പൊട്ടിച്ചിരി കേൾക്കുന്നത്. പെട്ടെന്ന് കനകത്തിന് മുൻപിൽ നാണം കെട്ടുപോയ ദേവയാനിയുടെ ഒരു നിപ്പൊക്കെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ നയന തന്നെയാണ് വീടിൻ്റെ എല്ലാം വന്നും എല്ലാവർക്കും നയനയിലൂടെ പല കാര്യങ്ങളും ഇവിടെ നേടിയെടുക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നയന എല്ലാവരുടെയും ഒരു കൈ സഹായിയാണെന്നും ഒക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ ദേവയാനി. എങ്കിലും ദേവയാനിയുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല, നമ്മുടെ നയനയോടുള്ള സമീപനത്തോടും ഒരു കുറവുമില്ല കേട്ടോ.